Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics Zeroth law of thermodynamics, thermometry, reference points, and temperature scales. Okay, Zeroth law of thermodynamics start ചെയ്യുന്നതിന് മുമ്പേ equality of temperature എന്ന് പറഞ്ഞ concept നോക്കാം. Consider two systems perfectly insulated from the surroundings and at different temperatures. When they are brought into physical contact, the energy in the form of heat will flow from the hot system to cold system, and there would occur changes in their physical properties. രണ്ട് സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി. ആ രണ്ട് സിസ്റ്റംസും സറൗണ്ടിങ്ങിന് ഐസൊലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, എനർജി ഇൻട്രാക്ഷൻ ഇല്ല. അതേപോലെ ഫിക്സഡ് മാസ് ആണ്. ഓക്കെ, സറൗണ്ടിങ്ങുമായിട്ട് മാസ് ഇൻട്രാക്ഷനും ഇല്ല. ആ രണ്ട് സിസ്റ്റം ഫിസിക്കൽ കോണ്ടാക്റ്റിലോട്ട് വരുന്ന സമയത്ത് സിസ്റ്റം എയും സിസ്റ്റം ബിയും ഫിസിക്കൽ കോണ്ടാക്റ്റിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം എയും സിസ്റ്റം ബിയും ഒരു ഡയാതെർമിക് വാൾ വഴി ഇൻട്രാക്ട് ചെയ്യാൻ പെടുന്നു. രണ്ട് ടൈപ്പ് വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡയാബാറ്റിക് വാൾ ആൻഡ് ഡയാതെർമിക് വാൾ. അഡയാബാറ്റിക് വാൾ എന്ന് വെച്ചാൽ ഹീറ്റ് ഇൻട്രാക്ഷൻ അലോ ചെയ്യില്ല. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ അലോ ചെയ്യാത്ത വാളാണ് അഡയാബാറ്റിക് വാൾ എന്ന് പറയുന്നത്. ഡയാതെർമിക് വാൾ എന്ന് വെച്ചാൽ ഹീറ്റ് ഇൻട്രാക്ഷൻ അലോ ചെയ്യും. ഓക്കെ, അതിലൂടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, സിസ്റ്റം എയും സിസ്റ്റം ബിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പെടുന്നത് ഒന്നുകിൽ ഡയാതെർമിക് വാൾ വഴി ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്നത്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? ഹോട്ട് സിസ്റ്റത്തിൽ നിന്ന് കോൾഡ് സിസ്റ്റത്തിലോട്ട് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും, അല്ലെങ്കിൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇപ്പം സിസ്റ്റം എ ഹോട്ട്, അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, സിസ്റ്റം ബിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. നോർമലി എന്ത് ചെയ്യും? ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ട് എനർജി ഇൻട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതായത് അതിൻ്റെ ലെങ്ത്ത്, അതേപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതേപോലെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, പ്രഷർ, അതേപോലെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും. സിസ്റ്റം എയും സിസ്റ്റം ബിൻ്റെയും ഫിസിക്കൽ ആൻഡ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ആഫ്റ്റർ എ സഫിഷ്യൻറ്റ് ലോങ് ടൈം ഓഫ് കോണ്ടാക്ട് നോ ഫർദർ ചേഞ്ചസ് ഓക്കർ ആൻഡ് തെർമൽ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്. ഇനീഷ്യലി അത് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും, പക്ഷേ ഒരുപാട് ടൈം പാസ് ചെയ്യുന്ന സമയത്ത് ആ ചേഞ്ചസ് അവിടെ അവസാനിക്കും. ഓക്കെ, പിന്നെ ഫർദർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ആ സ്റ്റേറ്റ് എന്താണ്? രണ്ട് സിസ്റ്റം എയും സിസ്റ്റം ബിയും തമ്മിൽ ആ ഒരു സ്റ്റേറ്റിൽ എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് റെസ്ട്രിക്റ്റ് ചെയ്തു, ഒരു പർട്ടിക്കുലർ വാല്യൂസിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു, അതിനുശേഷം ഫർദർ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എയും സിസ്റ്റം ബിയും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അന്നേരം ആ രണ്ട് സിസ്റ്റത്തിനും എന്ത് പറയാം? സെയിം ടെമ്പറേച്ചറിലാണെന്ന് പറയാം. ഓക്കെ, ഇനി Zeroth law of thermodynamics, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Zeroth law of thermodynamics state that if two bodies are in thermal equilibrium with a third body, then they are also in thermal equilibrium with each other. അതായത് രണ്ട് ബോഡി ഒരു തേർഡ് ബോഡിയുമായിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ബോഡി എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓൾറെഡി അറിയുന്നുണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മൂന്ന് സിസ്റ്റം വെച്ചിട്ട് ആ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. Zeroth law of thermodynamicsൻ്റെ ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു Zeroth law of thermodynamics, when body A is in thermal equilibrium, ശ്രദ്ധിക്കണം, Zeroth law of thermodynamicsൽ തെർമൽ ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. ഓക്കെ, when a body A is in thermal equilibrium with a body B and also separately with a body C, then body B and C will be in thermal equilibrium with each other. ഇപ്പം മൂന്ന് സിസ്റ്റം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എ, ബി ആൻഡ് സി. ഓക്കെ, സിസ്റ്റം എയും സിസ്റ്റം ബി, അല്ലെങ്കിൽ ബോഡി എയും ബോഡി ബിയും തമ്മിൽ എന്തുണ്ട്? തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്. അതേപോലെ ബോഡി എയും ബോഡി സിയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ബോഡി ബിയും ബോഡി സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? Zeroth law of thermodynamics പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതായിരിക്കും, ഫിഗർ അടക്കം വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എക്സാമിന് ഇപ്പം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ മതി, കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാൻ മൂന്ന് സിസ്റ്റം എ, ബി, സി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇതിൽ ഈ ഒരു കാണിച്ചിരിക്കുന്നത് അഡയാബാറ്റിക് വാളാണ്. മീൻസ് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട് എനർജി ഇൻട്രാക്ഷൻ ഇല്ല. അതേപോലെ ഇതിൻ്റെയൊക്കെ മാസ് ഫിക്സഡ് ആണ്. ഓക്കെ, ഇതിൽ സിസ്റ്റം ബിയും സിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും അഡയാബാറ്റിക് വാളാണ്. മീൻസ് സിസ്റ്റം ബിയും സിയും തമ്മിൽ എന്തില്ല, ഇൻട്രാക്ഷൻ ഇല്ല, എനർജി ഇൻട്രാക്ഷൻ അവിടെ ഇല്ല. പക്ഷേ എയും ബിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും എയും സിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും ഡയാതെർമിക് വാളാണ്. ഡയാതെർമിക് വാൾ എന്ത് ചെയ്യും, ഹീറ്റ് ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യും. ഓക്കെ, ഡയാതെർമിക് വാൾ വഴി ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അഡയാബാറ്റിക് വാൾ വഴി ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വുഡ്, അഡയാബാറ്റിക് വാളായിട്ടൊരു വുഡ് എടുക്കുന്നത്. വുഡ് എന്താണ്, ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഇപ്പം ഡയാതെർമിക് വാളായിട്ട് മെറ്റൽസ് എടുക്കുന്നത്. മെറ്റൽസ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഓക്കെ, ഇതാണിപ്പം അറേഞ്ച്മെൻറ്റ്. ഇനീഷ്യലി ഈ 3 സിസ്റ്റം എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലായിരിക്കും ഉണ്ടാവുക, ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലായിരിക്കും 3 സിസ്റ്റം ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിഫറെൻറ്റ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എവിടെ എനർജി ഇൻട്രാക്ഷൻ പറ്റും, എയും ബിയും തമ്മിൽ എനർജി ഇൻട്രാക്ഷൻ പറ്റും, എയും സിയും തമ്മിൽ ഡയറക്റ്റ് എനർജി ഇൻട്രാക്ഷൻ പറ്റും. ഓക്കെ, ഇപ്പം ഡയാതെർമിക് വാൾ വഴി പ്ലേസ് ചെയ്യുന്ന സമയത്ത് എനർജി ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ടാവും. ഓക്കെ, എനർജി ഇൻട്രാക്ഷൻ നടന്നിട്ട് ഒരുപാട് സമയം കഴിയുന്ന സമയത്ത്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ചേഞ്ച് എവിടെ, ഇപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി എ ബി സിക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ആൻഡ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വേരിയേഷൻ സംഭവിക്കും. ഒരുപാട് സമയം പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സം റെസ്ട്രിക്റ്റഡ് വാല്യൂസിലോട്ട്, യുണീക്ക് വാല്യൂസിലോട്ട് വരും. ഓക്കെ, ആ സമയത്ത് എന്താണ്, അവർ യുണീക്ക് വാല്യൂ സം റെസ്ട്രിക്റ്റഡ് വാല്യൂസിലോട്ട് എത്തുന്ന സമയത്ത് എയും ബിയും തമ്മിൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടാവും. അതേപോലെ എയും സിയും തമ്മിൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടാവും. നമ്മളെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ബോഡി എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം, എ ആൻഡ് സി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി സീറോത്ത് ലോ എന്താണ് പറയുന്നത്, എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയമാണ്, എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം. സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഓക്കെ, ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇനി സിസ്റ്റം എ റിമൂവ് ചെയ്യുന്നു. സിസ്റ്റം എ റിമൂവ് ചെയ്തു, ഇനി ബിയും സിയും മാത്രമേ ഉള്ളൂ. അതിനെ എന്താണ്, സറൗണ്ടിങ്സിന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബിയും സിയും തമ്മിൽ ഡയാതെർമിക് വാൾ വഴി ഇൻട്രാക്ട് ചെയ്യാൻ വിടുന്നു. ആ ഇൻട്രാക്ട് ചെയ്യാൻ വിടുന്ന സമയത്ത് ബിൻ്റെയും സിൻ്റെയും പ്രോപ്പർട്ടീസിനൊന്നും ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. മീൻസ് ബിയും സിയും തമ്മിൽ എന്തുണ്ടാവും, അവിടെ തെർമൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് സീറോത്ത് ലോ പറയുന്നത്. ഇൻ കേസ് ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എനർജി ഇൻട്രാക്ഷൻ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഉണ്ടാവും, അതിൻ്റെ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ എന്താ, ഇപ്പോൾ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയം, എയും സിയും തെർമൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷമാണ് ബിയും സിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പെടുന്നത് ത്രൂ ഡയാതെർമിക് വാൾ. ആ സമയത്ത് ബിൻ്റെയും സിൻ്റെയും പ്രോപ്പർട്ടീസിന് ഒരു ചേഞ്ചസും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, മീൻസ് എന്താ, അവിടെ ബിയും സിയും തമ്മിൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഇതിന് സീറോത്ത് ലോ എന്ന് പറഞ്ഞ പേര് വന്നത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഫണ്ടമെൻ്റൽ ലോ റിലേറ്റീവ്ലി ലേറ്റ് ആഫ്റ്റർ ദി ഫോർമുലേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബേസിക് ഇമ്പോർട്ടൻസ് ഇൻ തെർമോഡൈനാമിക്സ് ഇറ്റ് വാസ് ലിസ്റ്റഡ് ബിഫോർ ഫസ്റ്റ് ലോ. ഈ സീറോത്ത് ലോ എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലോ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് സീറോത്ത് ലോ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഒരു സെപ്പറേറ്റ് ലോ ആയിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ബേസിക് ഇമ്പോർട്ടൻസ്, ആ ഇമ്പോർട്ടൻസ് കാരണമാണ് അത് ഫസ്റ്റ് ലോന് മുമ്പേ പ്ലേസ് ചെയ്ത്, മീൻസ് ആ സീറോത്ത് ലോ എന്നിൽ ആ പേരതിന് കൊടുത്തത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, സീറോത്ത് ലോ പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം. ടെമ്പറേച്ചർ, ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇതാണ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. നോക്കാവുന്ന, ഇപ്പം ഒരു സിസ്റ്റം, തൊട്ട് മുമ്പ് 3 സിസ്റ്റം ഉണ്ടായിരുന്നു, എ ബി ആൻഡ് സി. അതിലൊരു സിസ്റ്റത്തിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടെമ്പറേച്ചർ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, 3 സിസ്റ്റത്തിന് പകരം ഇനി 2 സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി ആണ്. മൂന്നാമത്തെ സിസ്റ്റത്തിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു ടെമ്പറേച്ചർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. ഞാനിവിടെ തെർമോമീറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ അറിയുന്നുണ്ടാവും. മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻ ഗ്ലാസ് തെർമോമീറ്റർ.
അതുപോലൊരു തെർമോമീറ്ററാണ് ചൂസ് ചെയ്യുന്നത്. എ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ഈസ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സിസ്റ്റം എ ആൻഡ് ദ two are allowed to reach a state of thermal equilibrium. Some measurable characteristics of the thermometer called thermometric property is then recorded. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു തെർമോമീറ്റർ സിസ്റ്റം എ അല്ലെ ഒബ്ജക്റ്റ് എയുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിലോട്ട് വരുന്നു. ഓക്കെ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് രണ്ടും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തും. തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തുന്ന സമയത്ത് ഇപ്പം മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഈ ബൾബിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മെർക്കുറിയാണ്. എന്ത് ചെയ്യും, അത് ഈ ക്യാപ്പിലറി ട്യൂബിലൂടെ അതിന് റൈസ് ഉണ്ടാവും എപ്പോഴും ആ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒരു ഹോട്ട് ഒബ്ജക്റ്റാണ് നോക്കുക. ഞാൻ മെർക്കുറി ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇതിൽ ഇനീഷ്യൽ ലെവൽ എന്ന് പറഞ്ഞത് ഈ ബ്ലാക്ക് മെർക്കുറി ആയിരുന്നു. ഇതിൽ ഇനീഷ്യലി മെർക്കുറി ലെവൽ ഉണ്ടായിരുന്നത്. ഇനി ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് ടൈം കൊടുക്കുന്ന സമയത്ത് ഈ ബൾബ് നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഇതിലെ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ ലെവൽ ഈ ക്യാപ്പിലറി ട്യൂബിൽ റൈസ് ചെയ്യും. ഓക്കെ, ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ മാർക്ക് വരെ. ആ ഒരു റൈസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത ചെയ്യുന്നത് എന്താണ്, ദ തെർമോമീറ്റർ ഈസ് സബ്സീക്വൻ്റ്ലി പ്ലേസ്ഡ് ഇൻ തെർമൽ കോണ്ടാക്ട് വിത്ത് അനദർ സിസ്റ്റം ബി ഹൂസ് ടെമ്പറേച്ചർ ഈസ് നീഡ് ടു ബി മെഷേർഡ്. When thermal equilibrium gets established between thermometer and system B, thermometric property of the thermometer is again noted. ഞാൻ സെയിം കാര്യം തന്നെ എയുമായിട്ട് കോണ്ടാക്ട് ചെയ്തതുപോലെ രണ്ടാമത് ഒബ്ജക്റ്റ് ബിയുമായിട്ട് കോണ്ടാക്ട് വരുന്നു. തെർമോമീറ്റർ ഒബ്ജക്റ്റ് ബിയിൽ പ്ലേസ് ചെയ്യുന്ന സഫീഷ്യൻ്റ് ടൈം കൊടുക്കുന്നത്, രണ്ടും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്താനുള്ള ടൈം കൊടുക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, അതേപോലെ ഇതിപ്പോൾ ഹോട്ട് ഒബ്ജക്റ്റാണ്, തെർമോമീറ്ററിനെക്കാട്ടി ഹോട്ട് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിലെ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും, അതിനൊരു റൈസ് ഉണ്ടാവും. ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഒരു റൈസ് ഉണ്ടാവും. ഇനീഷ്യൽ ലെവൽ ഇപ്പം ഈ ബ്ലാക്ക് ആണ്, ഫൈനൽ ലെവലിലോട്ടൊരു റൈസ് അതിന് വരും, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എയിലും ഈ തെർമോമീറ്റർ പ്ലേസ് ചെയ്തു, ബിയിലും തെർമോമീറ്റർ പ്ലേസ് ചെയ്തു. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷം ആ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൈസ് ഞാൻ അവിടെ നോട്ട് ചെയ്തു. If the two thermometric property readings, അതായത് one measured while in contact with the system A and other measured while in contact with the system B are same, the system A and B are in thermal equilibrium with each other. That is, there is equality of temperature between the two systems. മീൻസ് ഞാനിപ്പോൾ ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഒരു റൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് എയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഒബ്ജക്റ്റ് ബി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്തും സെയിം റൈസ് ഉണ്ടായിരുന്നു, ഒരു റൈസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ രണ്ട് റൈസ്, അതായത് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലൂ തമ്മിലെ ഈ ഒരു ലെങ്ത്ത് രണ്ടും സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഒബ്ജക്റ്റ് എയും ഒബ്ജക്റ്റ് ബിയും തമ്മിൽ എന്തുണ്ടാവും, തെർമൽ ഇക്വിലിബ്രിയം അവിടെ ഉണ്ടാവും. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എയുമായിട്ടും ബിയുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ആ ഒരു റൈസ് എന്ന് പറയുന്നത് തെർമോമെട്രിക് പ്രോപ്പർട്ടി ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ എയും ബിയും തമ്മിൽ എന്തുണ്ടാവും, അവിടെ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഒബ്ജക്റ്റ് എൻ്റെയും ഒബ്ജക്റ്റ് ബിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിറോത്ത് ലോൻ്റെ ബേസിസിൽ നമുക്ക് ടെമ്പറേച്ചറിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ടെമ്പറേച്ചർ ഈസ് ദി തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ദാറ്റ് ഡിറ്റർമൈൻസ് വെദർ ഓർ നോട്ട് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അതർ സിസ്റ്റം. അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഡിറ്റർമൈൻസ് വെദർ ഓർ നോട്ട് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അതർ. ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വരുന്ന പ്രോപ്പർട്ടി ഏതാണ്, ടെമ്പറേച്ചറാണ്. ഓക്കെ, രണ്ട് സിസ്റ്റം തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, രണ്ട് സിസ്റ്റത്തിന് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അടുത്തത് തെർമോമെട്രി. Thermometry may be defined as the act of measuring temperature with accuracy and precision. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സയൻസിന് പറയുന്ന പേരാണ് തെർമോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി, അതൊക്കെയാണ് ഇനിയിപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, തെർമൽ ഇക്വിലിബ്രിയം വേണം. അതായത് ഏത് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത്
അതും നമ്മളെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് അതും തമ്മിൽ എന്ത് വേണം? തെർമൽ ഇക്വിലിബ്രിയം വേണം. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ടൈം കൊടുത്താൽ മാത്രമേ കറക്റ്റ് റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ കറക്റ്റായിട്ടില്ലൂ. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയാൽ മാത്രമേ ആ സിസ്റ്റത്തിലും അതേപോലെ നമ്മളെ ഈ ഒബ്ജക്റ്റ് ഈ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെമ്പറേച്ചറും സെയിം ആവുന്നില്ലൂ. അതായത് ഇതിപ്പം ഒരു ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ആണ്. ഇതാണ് ഞാൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യും? ഈ ഒരു ബൾബ്, ഈ ഒരു ഗ്ലാസ് ബൾബാണ് സിസ്റ്റമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. ഈ ഒരു ഗ്ലാസ് ബൾബ് എന്ത് ചെയ്യും? നമ്മൾ സിസ്റ്റമായിട്ട് കോണ്ടാക്റ്റിലോട്ട് കൊടുക്കും. ഓക്കെ, കോണ്ടാക്റ്റിലോട്ട് കൊടുത്തിട്ട് എന്ത് വേണം? സഫീഷ്യൻ്റായിട്ട് ടൈം കൊടുക്കണം. ആ സിസ്റ്റവുമായിട്ട് ഈ ഒരു ബൾബിന് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്താനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. ആ തെർമൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന റീഡിങ് എന്തായിരിക്കും? ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ദ സെൻസിങ് എലമെൻറ്റ് ഓഫ് ദ ഡിവൈസ് ഹാസ് സർട്ടൈൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് which changes with the temperature and this effect is taken as a measure of temperature. The property or characteristic which changes in value as a function of temperature is called thermometric property. ഞാൻ ഈ ഒരു തെർമോമീറ്റർ എന്ത് ചെയ്യുന്നു? ആ ഏത് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത് അതുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു. ആ സമയത്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക് ആ ചേഞ്ച് എന്ന് പറയുന്ന ആരെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഇപ്പം ഒരു ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്ററാണ്. ഓക്കെ, ഇതൊരു സിസ്റ്റമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്നു. ഇനീഷ്യലി ഇതിൻ്റെ ലെവൽ ഈ ഒരു ലെവൽ വരെയാണ് ആ ലിക്വിഡ് ഉള്ളത്. ഇനി ഒരു ഹോട്ട് ഒബ്ജക്റ്റായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇതിലെ ആ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ നാരോ കാപ്പിലറി ട്യൂബിലൂടെ ഒരു റൈസ് അതിനുണ്ടാവും. ഓക്കെ ആണോ? അതായത് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നത് കൊണ്ടാണ്, ഈ ബൾബിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു റൈസ് ഉണ്ടാവുന്നത്. അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു റൈസിൻ്റെ കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടാണ് ആ റൈസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ തെർമോമെട്രിക് പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: എ പ്രോപ്പർട്ടി ഓർ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ഏതാണോ അതാണ് നമ്മളെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? ലെങ്ത് ആണ്. ഈ കാപ്പിലറി ട്യൂബിലെ ലെങ്ത് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇനീഷ്യലി ഈ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ, അതിനുശേഷം ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു. അതാണ് അതിൻ്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോപ്പർട്ടിക്കാണോ വേരിയേഷൻ വരുന്നത് അതാണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഡിഫറെൻറ്റ് തെർമോമീറ്റേഴ്സിൽ വരുന്ന തെർമോമെട്രിക് പ്രോപ്പർട്ടി: കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി പ്രഷറാണ്. അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്ററിൻ്റെത് വോളിയമാണ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് തെർമോമീറ്ററിൻ്റെത് റെസിസ്റ്റൻസ് ആണ്. തെർമോകപ്പിളിൻ്റെത് തെർമൽ EMF. അതേപോലെ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്ററിൻ്റെത് ലെങ്ത് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിപ്പം കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അന്നേരം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ പ്രഷർ തെർമോമെട്രിക് പ്രോപ്പർട്ടി വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വോളിയം എന്തുകൊണ്ടാണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി വരുന്നതെന്ന് അന്നേരം മനസ്സിലാവും. ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. അടുത്തത് റെഫറൻസ് പോയിന്റ്. എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം റിക്വയർസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ സ്കെയിൽ. ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യണം. നമുക്ക് എന്ത് വേണം? സം ടെമ്പറേച്ചർ സ്കെയിൽ വേണം. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത്, അല്ല 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ്, സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. മീൻസ് ടെമ്പറേച്ചറിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടെമ്പറേച്ചർ സ്കെയിൽ വേണം. ഓക്കെ, ഫോർ ഡിഫൈനിങ് ടെമ്പറേച്ചർ സ്കെയിൽ വി ഹാവ് ടു ചൂസ് എ റെഫറൻസ് പോയിൻറ്റ്സ്, ഓൾസോ കോൾഡ് ഫിക്സഡ് പോയിൻറ്റ്സ്. അങ്ങനെ ഒരു ടെമ്പറേച്ചർ സ്കെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? റെഫറൻസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റ്സ്, ഈസിലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റെഫറൻസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റ്സ് അവിടെ ആവശ്യമാണ്. നമ്മളിപ്പം സെൽഷ്യസ് സ്കെയിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫിക്സഡ് പോയിൻറ്റ്സ് ഐസ് പോയിൻ്റ് ആൻഡ് സ്റ്റീം പോയിൻ്റ്. ഓക്കെ, അതിനെന്താണ്? റെഫറൻസ് പോയിൻ്റ് എന്ന് പറയും. റെഫറൻസ് പോയിൻ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫിക്സഡ് പോയിൻറ്റ്സ് ഓർ റെഫറൻസ് പോയിൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 categories:
2 reference points used before 1954 and 1 reference point used after 1954. ആദ്യം യൂസ് ചെയ്തത് 1954 മുന്നേ യൂസ് ചെയ്തത് 2 റെഫറൻസ് പോയിന്റ്, അതിനുശേഷം ചേഞ്ച് ചെയ്തിട്ട് 1 റെഫറൻസ് പോയിന്റിലോട്ട് വന്നു. ഓക്കെ, റെഫറൻസ് പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടെണ്ണം. 2 റെഫറൻസ് പോയിന്റ് മെത്തേഡ്, അതിൽ യൂസ് ചെയ്ത റെഫറൻസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. ഐസ് പോയിന്റ് എന്താണ് അറിയുന്നുണ്ടാവും. ഐസ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് പ്യുവർ ഐസ് കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എയർ സാച്ചുറേറ്റഡ് വാട്ടർ അറ്റ് 1 atmospheric pressure. ഐസ് പോയിന്റ് എന്ന് വെച്ചാൽ ആരൊക്കെ ഇക്വിലിബ്രിയത്തിലുള്ളതാണ്? ഐസും എയർ സാച്ചുറേറ്റഡ് വാട്ടറും. പ്രഷർ എത്രയായിരിക്കണം? 180 ml. അതാണ് ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഐസ് പോയിന്റ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു ബീക്കറിൽ കുറച്ച് ഐസ്, പ്യുവർ ഐസ് എടുത്തിട്ടുണ്ട്. അതേപോലെ അതിൽ ആ ഐസ് ലെവലിൻ്റെ 80 to 90% നമ്മൾ എന്ത് ചെയ്യുന്നു? പ്യുവർ വാട്ടർ പോർ ചെയ്യുന്നു. ഓക്കെ, അവിടെ കിട്ടുന്ന ആ ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഐസ് പോയിന്റ് ആണ്. ഇനി സ്റ്റീം പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് പ്യുവർ വാട്ടർ ആൻഡ് പ്യുവർ സ്റ്റീം ആർ ഇൻ ഇക്വിലിബ്രിയം അറ്റ് 1 atmospheric pressure. സ്റ്റീം പോയിന്റിൽ ആരൊക്കെയാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്? പ്യുവർ വാട്ടറും വാട്ടർ വേപ്പറും അല്ലെങ്കിൽ സ്റ്റീമും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിനെയാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത്. പ്രഷർ എത്രയാണ്? 1 atm. ഓക്കെ, 2 റെഫറൻസ് പോയിന്റ്സ് മെത്തേഡിൽ യൂസ് ചെയ്ത 2 റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റുമാണ്. പക്ഷേ ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് 1 റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതിലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? The use of ice point and steam point as fixed point is considered unsatisfactory because A. It is difficult to achieve and maintain equilibrium between pure ice and air saturated water. Ice point difficulty എന്താണ്? It is difficult to maintain equilibrium between pure ice and saturated water. ഇവിടെ ഐസ് എന്ന് പറയുന്നത് എന്താണ്? ആ വാട്ടറിലോടുന്ന സമയത്ത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് എന്താ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഐസ് പോയിന്റിൽ. സെക്കൻഡ്, സ്റ്റീം പോയിന്റിൻ്റെ എന്താണ്? സ്റ്റീം പോയിന്റ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ പ്രഷർ. അതായത് ഈ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, പ്രഷർ കൂടുന്ന സമയത്ത് സ്റ്റീം പോയിന്റ് കൂടും, പ്രഷർ കുറഞ്ഞ സമയത്ത് സ്റ്റീം പോയിന്റ് കുറയും. ചേഞ്ച് ഇൻ പ്രഷറിന് ഹൈലി സെൻസിറ്റീവാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് എങ്ങോട്ടെത്തി? 1 റെഫറൻസ് പോയിന്റിലോട്ട് എത്തി. അതായത് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ട്രിപ്പിൾ പോയിന്റ് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ഐസ്, ലിക്വിഡ് വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. 3 സ്റ്റേറ്റ്: ഐസ്, പ്യുവർ വാട്ടർ, അതേപോലെ പ്യുവർ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ. അത് 3 കോ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണോ അതാണ് ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. The temperature at which these state exist in equilibrium is arbitrarily assigned a value of 273.16 Kelvin. ഈ ഒരു പോയിന്റിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 273.16 Kelvin ആണ്. ഓക്കെ, ഈ 1 റെഫറൻസ് പോയിന്റ് വഴി ടെമ്പറേച്ചറിൻ്റെ മെഷർ ചെയ്യാനുള്ള ഇക്വേഷനാണ് പറയാൻ വേണ്ടി പോകുന്നത്. Let x be thermometric property and t be temperature of the system to be measured. Then നമ്മൾ മെഷർ ചെയ്യേണ്ട സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ആണ്, എക്സ് എന്ന് പറയുന്നത് തെർമോമെട്രിക് പ്രോപ്പർട്ടി. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണോ ചേഞ്ച് ചെയ്യുന്നത് അതിനെയാണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് തമ്മിലുള്ള റിലേഷൻ, ലീനിയർ റിലേഷനാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ ട്രിപ്പിൾ പോയിന്റിൽ എഴുതുന്ന സമയത്ത് അങ്ങനെ മാറ്റാം. നേരം ടെമ്പറേച്ചർ മാറി എന്താവും? ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറാവും. എക്സ് മാറി തെർമോമെട്രിക് പ്രോപ്പർട്ടി അറ്റ് ട്രിപ്പിൾ പോയിന്റ് ആവും. അങ്ങനെയാണ് റിലേഷൻ എങ്ങനെ എഴുതാം? ടി പി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ടി പി. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ സ്ഥാനത്ത് ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി, ട്രിപ്പിൾ പോയിന്റിലെ പ്രോപ്പർട്ടി എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, അത് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻ എന്താവും? ഇതിൽ നിന്ന് ടി പി ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ ബൈ തെർമോമെട്രിക് പ്രോപ്പർട്ടി അറ്റ് ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, ഇപ്പം ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ അതിന് നമ്മൾ ആർബിട്രറി അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 273.16. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്ത് വരും? ഇത് വരും. ജനറൽ ഇക്വേഷൻ എന്താ? ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ആണ്. ഇവിടെ കോൺസ്റ്റൻറ്റ് എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 273.16 ഇൻറ്റു എക്സ് ബൈ
എക്സ് ടി പി. എക്സ് എന്ന് പറഞ്ഞാൽ തെർമോമെട്രിക് പ്രോപ്പർട്ടി. ഓരോ തെർമോമീറ്ററിലും ഓരോ തെർമോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. The temperature of triple point of water, which is an easily reproducible state, is now the standard reference point of thermometry. ഈ 1954 ശേഷം നമ്മൾ ഇത് റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്ന എന്താണ്? ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് വാട്ടർ ആണ്. ഡിഫറെൻറ്റ് തെർമോമീറ്റേഴ്സ്, ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് അങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും. അത് T is equal to 273.16 x/x/T/P ഫോർ വേരിയസ് തെർമോമീറ്റർ. കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷറായിരുന്നു. അങ്ങനെ ഈക്വേഷൻ അങ്ങനെ മാറും. 273.16 എക്സിൻ്റെ സ്ഥാനത്ത് ഇത് ജനറൽ തെർമോമെട്രിക് പ്രോപ്പർട്ടിയാണ്. P/PTP വരും. അതേപോലെ വോളിയം, റെസിസ്റ്റൻസ് ആരൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്ററിൽ വോളിയം, റെസിസ്റ്റൻസ് തെർമോമീറ്ററിൽ റെസിസ്റ്റൻസ്, തെർമോകപ്പിളിൽ EMF, തെർമൽ EMF, അതേപോലെ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്ററിൽ ലെങ്ത്ത്. ഇക്വേഷൻ ഓരോന്നിനും തെർമോമെട്രിക് പ്രോപ്പർട്ടീസിന് കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് ടെമ്പറേച്ചർ സ്കെയിൽ. ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്. ദ ടെമ്പറേച്ചർ സ്കെയിൽ യൂസ്ഡ് ഇൻ SI ആൻഡ് ഇംഗ്ലീഷ് സിസ്റ്റം ആർ സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ റെസ്പെക്റ്റീവ്ലി. SI സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന എന്താണ്? സെൽഷ്യസ് സ്കെയിലാണ്. അതേപോലെ ഇംഗ്ലീഷ് സിസ്റ്റത്തിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിൽ അങ്ങനെ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ പഴയവരെ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിൽ അസൈൻസ് ഐസ് പോയിൻ്റ്, അതിൽ 2 റെഫറൻസ് പോയിൻ്റ്. 2 റെഫറൻസ് പോയിൻ്റിലാണ് ആദ്യം ഇത് ഡിഫൈൻ ചെയ്തത്. ഐസ് പോയിൻ്റ് എന്ന് പറയുന്നതിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. സ്റ്റീം പോയിൻറ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഈ ഐസ് പോയിൻറ്റിൻ്റെയും സ്റ്റീം പോയിൻറ്റിൻ്റെയും ഇടയിലെ ഇൻ്റർവെല്ല് 100 ഈക്വൽ പാർട്ടാക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൽഷ്യസ് സ്കെയിലിൽ. ഫാരൻഹീറ്റ് സ്കെയിലോട്ട് വരുന്ന സമയത്തോ ഡിഗ്രി ഫാരൻഹീറ്റ്, ഐസ് പോയിൻറ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, അതേപോലെ സ്റ്റീം പോയിൻറ്റിന് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിനിടയ്ക്കില്ല ഇൻ്റർവെല്ലിനെ 180 ഈക്വൽ പാർട്ടാക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലിൽ. These are often referred to as 2-point scale since temperature values are assigned at 2 different points. ഓക്കെ, ഇത് 2 ഫിക്സഡ് പോയിൻറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനീഷ്യലി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം 1954 ശേഷം സെൽഷ്യസ് സ്കെയിൽ അതിൻ്റെ റെഫറൻസ് പോയിൻ്റ് എത്രയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു? 0. ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് വാട്ടർ. അതിന് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ 0.01 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയിൽ എന്താ? ടെമ്പറേച്ചർ ഇപ്പം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 32. അതേപോലെ കെൽവിൻ ആൻഡ് റാങ്കൈൻ ടെമ്പറേച്ചർ സ്കെയിൽ. In thermodynamics, it is very desirable to have a temperature scale that is independent of properties of any substance. Such a temperature scale is called thermodynamic temperature scale, which is developed later in conjunction with the second law of thermodynamics. അതായത് ഒരു തെർമോഡൈനാമിക് സ്കെയിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ള എയിമിൽ വന്ന ടെമ്പറേച്ചർ സ്കെയിലാണ് കെൽവിൻ ആൻഡ് റാങ്കൈൻ ടെമ്പറേച്ചർ സ്കെയിൽ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് അസോസിയേറ്റ് ആണ് ഈ സ്കെയിൽ, അബ്സൊല്യൂട്ട് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ SI സിസ്റ്റത്തിലെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലാണ്. ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ വരുന്നതാണ് റാങ്കൈൻ സ്കെയിൽ. തമ്മിലെ റിലേഷൻ കെൽവിൻ സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ തമ്മിലെ റിലേഷൻ എന്താ? Kelvin temperature in Kelvin is equal to temperature in degree centigrade plus 273.15. Kelvin എന്ന സമയത്ത് ഡിഗ്രി കെൽവിൻ എന്ന് എഴുതൂല, വെറും കെൽവിൻ മാത്രമേ എഴുതുക, ശ്രദ്ധിക്കണം. ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 273.15 ആഡ് ചെയ്താൽ മതി. നോർമൽ നമ്മൾ കാൽക്കുലേഷനിൽ ഈ 0.15 കൺസിഡർ ചെയ്യാറില്ല. എത്ര മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ? 273 ആണ് നോർമലി ആഡ് ചെയ്യുക. അതേപോലെ റാങ്കൈൻ ഫാരൻഹീറ്റ് സ്കെയിലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റാങ്കൈൻ ടെമ്പറേച്ചർ ഇൻ റാങ്കൈൻ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് 459.67. ഇതാണ് ഡിഫറെൻറ്റ് സ്കെയിൽസ് തമ്മിലെ റിലേഷൻ. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്കെയിൽ കൺവേർഷൻ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം.